DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 10 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിൽ അംഗമായവർക്ക് നിക്ഷേപ തുക ATM UPI പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി പിൻവലിക്കാൻ സംവിധാനം ഒരുങ്ങുകയാണ്. ഏപ്രിൽ 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിനായി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണം. ഇതോടെ നിലവിൽ PF തുക പിൻവലിക്കാൻ ഓൺലൈൻ വഴി അപേക്ഷിച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാനാകും. അടുത്ത അറിയിപ്പ്, ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ 2026 ജനുവരി 1 മുതൽ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. പാൻ കാർഡ് അസാധുവാകുന്നതോടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനോ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനോ വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനോ തടസ്സങ്ങൾ നേരിടാം. എന്നാൽ നിലവിൽ പ്രവർത്തനരഹിതമായ പാൻ കാർഡുകൾ 1000 രൂപ പിഴയടച്ച് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിലൂടെ വീണ്ടും സജീവമാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ കേന്ദ്ര സർക്കാർ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളോടെയുള്ള പാൻ 2.0 എന്ന പുതിയ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയ ആധാർ കാർഡുകളിലേതുപോലെ ഉയർന്ന സുരക്ഷയുള്ള QR കോഡുകൾ ഇതിലുണ്ടാകും. ഇത് ബാങ്കുകൾക്കും മറ്റുദ്യോഗസ്ഥർക്കും വിവരങ്ങൾ വേഗത്തിൽ സ്കാൻ ചെയ്ത് ഉറപ്പുവരുത്താനും പാൻ കാർഡിൻ്റെ ദുരുപയോഗം തടയാനും സഹായിക്കും. അടുത്ത അറിയിപ്പ്, കേരള സർക്കാരിൻ്റെ യുവജനങ്ങൾക്കായുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ 2ാം ഗഡു വിതരണം ഈ മാസം നടക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് 1000 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്നത്. നിലവിൽ അപേക്ഷ സമർപ്പിച്ചവർക്കും ആദ്യ ഗഡു ലഭിച്ചവർക്കും തങ്ങളുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥയറിയാൻ ഓൺലൈനായി സാധിക്കും. ഇതിനായി ഗൂഗിളിൽ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് സ്റ്റാറ്റസ് എന്ന് തിരഞ്ഞെടുത്ത ശേഷം ലഭിക്കുന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ID-യും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കാത്തവർക്കും നിലവിൽ ജോലിയില്ലാത്തവർക്കുമാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത്. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. റേഷൻ ഗുണഭോക്താക്കൾക്ക് അരിയോ ഗോതമ്പോ മറ്റ് ആനുകൂല്യങ്ങളോ നേരിട്ട് വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ അതിന് തുല്യമായ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഒരു പദ്ധതിയുടെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ ഈ തുക അർഹരായവരുടെ അക്കൗണ്ടുകളിലെത്തും. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ റേഷൻ വിതരണത്തിലെ കരിഞ്ചന്ത ഒഴിവാക്കാനും അർഹതയുള്ള വ്യക്തികൾക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും സാധിക്കും. നിലവിൽ റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗക്കാരെ കണ്ടെത്താനും അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെ തിരിച്ചറിയാനും ഈ ഡിജിറ്റൽ സംവിധാനം സഹായിക്കും. ആധാർ അധിഷ്ഠിതമായ ബയോമെട്രിക് സംവിധാനത്തിലൂടെയാണ് ഈ നടപടികൾ പൂർത്തിയാക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിർദ്ദേശത്തിൽ കേരള സർക്കാരിൻ്റെ അഭിപ്രായം തേടിയിരുന്നെങ്കിലും ഇതുവരെ പോസിറ്റീവായ മറുപടി ലഭിച്ചിട്ടില്ല. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് റേഷൻ വ്യാപാരികൾക്കും അവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾക്കും വലിയൊരു വെല്ലുവിളിയാകുമെന്ന ആശങ്ക നിലവിലുണ്ട്. എങ്കിലും കേന്ദ്ര സർക്കാർ ഇത് നിർബന്ധമാക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കേണ്ടി വന്നേക്കാം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.